അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിലെ അത്ഭുതകരമായ കുഞ്ഞു സൂറത്താണല്ലോ സൂറത്തുൽ കൗസർ. ആ സൂറത്തുൽ കൗസർ പാരായണം ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ചാണ്. സൂറത്തുൽ കൗസർ പരിശുദ്ധ ഖുർആനിലെ തന്നെ അത്ഭുതകരമായ സൂറത്താണ്. സൂറത്തുൽ കൗസർ അള്ളാഹു മുത്തുനബിക്ക് ഇറക്കി കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ ആൺമക്കൾ മരണപ്പെട്ടപ്പോൾ ശത്രുക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്തർ എന്ന് വിളിച്ച് കളിയാക്കി. അബ്തർ എന്ന് പറഞ്ഞാൽ സന്താന പരമ്പര ഇല്ലാത്തവൻ, അനന്തരാവകാശികൾ ഇല്ലാത്തവർ, ആൺമക്കൾ ഇല്ലാത്തവർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ മുത്തുനബിയെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത വിഷമമായി, സങ്കടമായി, ടെൻഷനായി. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. കൗസർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ നദി, സ്വർഗത്തിലെ അരുവി എന്നൊക്കെയാണ് അർത്ഥം. ഈ അരുവിയുടെ പ്രത്യേകത പാലിനേക്കാൾ നിറമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതുമായിരിക്കും. അതുപോലെ തന്നെ കൗസർ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം മഹാന്മാര് പറയുന്നുണ്ട്, അനന്തമായ നന്മകൾ, ധാരാളം നന്മകള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കൗസർ എന്ന് പറഞ്ഞാൽ. എന്റെ പ്രിയമുള്ളവരെ, ഈ സൂറത്തുൽ കൗസർ നാം ഓതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. മഹാന്മാര് പറയുന്നു, ഹൃദയത്തിലെ സങ്കടങ്ങൾ നീക്കാൻ സൂറത്തുൽ കൗസർ നല്ലതാണ്. അഥവാ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങള്, മാനസികമായ പ്രയാസങ്ങള്, ടെൻഷനുകൾ എന്തൊക്കെയായാലും അതൊക്കെ മാറാൻ സൂറത്തുൽ കൗസർ മതിയെന്ന് മഹാന്മാര് പറയുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ, വീട്ടിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവാൻ, മക്കളിൽ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാവാൻ, നമ്മൾക്ക് ലഭിക്കുന്ന സമ്പത്തിൽ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാവാൻ സൂറത്തുൽ കൗസർ എല്ലാ ദിവസവും പാരായണം ചെയ്യണമെന്ന് മഹാന്മാര് പറയുന്നു. അതുപോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങള്, മാതാപിതാക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങള്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങള്, മരുമകളും അമ്മായിമ്മയും അമ്മോശനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം മാറാൻ സൂറത്തുൽ കൗസർ നേർച്ചയാക്കി പാരായണം ചെയ്യുക. അതല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ സൂറത്തുൽ കൗസറുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ സൂറത്തുൽ കൗസർ ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത്. ഏതൊരു മുസൽമാന്റെ, ഏതൊരു മുഅ്മിനായ മനുഷ്യന്റെയും ആഗ്രഹമാണ് ഹബീബായ തങ്ങളെ സ്വപ്നം കാണണം എന്നുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ കൗസർ എല്ലാ ദിവസവും പതിവാക്കിക്കോളൂ. ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ ചൊല്ലിയാൽ മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് മഹാന്മാര് പറയുന്നു. സൂറത്തുൽ കൗസർ ഓതിക്കഴിഞ്ഞാൽ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകും. സ്വർഗത്തിലെ ഒരു അരുവിയാണ്, പാലിനേക്കാൾ നിറമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതുമായ ഒരു പാനീയമാണ് ഹൗദുൽ കൗസർ. അത് കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ്. അതുപോലെ അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ, അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണം, അള്ളാഹുവിന്റെ പ്രത്യേക കാവല് നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു ഗുണം. അതുപോലെ തന്നെ വിവാഹം ശരിയാവാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളോളമായി, മാസങ്ങളോളമായി വിവാഹം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ശരിയായിട്ടില്ല ഉസ്താദെ എന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. സൂറത്തുൽ കൗസറുമായി ബന്ധപ്പെട്ടോളൂ. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക. ദാമ്പത്യ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കണ്ണേറും അസൂയയും ഷെറുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും ഇല്ലാതിരിക്കാൻ സൂറത്തുൽ കൗസറുമായി ബന്ധപ്പെട്ടാൽ മതി. ഇങ്ങനെ അനന്തമായ ഫലങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സൂറത്തുൽ കൗസറിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയം നൽകട്ടെ. എല്ലാ കഷ്ടപ്പാടുകളും അകറ്റിത്തരണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മക്കളെയും കുടുംബത്തിനെ എല്ലാവരെയും നന്നാക്കണേ റഹ്മാനെ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.